നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം ഇന്ന് ഉണരുന്നത് ഒരേയൊരു ചോദ്യത്തിലേക്കാണ്. ആ പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ? നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൽ ഒരു മുഖ്യമന്ത്രിയില്ല, സഭയെ നയിക്കാൻ ഒരു പ്രതിപക്ഷ നേതാവുമില്ല. ഭരണ-പ്രതിപക്ഷ നിരകളിൽ ഒരേ സമയം രണ്ട് വലിയ ഒഴിവുകൾ ഒഴിഞ്ഞുകിടക്കുന്ന ഈ അസാധാരണ സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ തന്നെ പുതിയൊരു അഗ്നിപരീക്ഷയാണ്. തങ്ങളുടെ നായകനെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അവകാശം അതത് പാർട്ടികൾക്കുണ്ട് എന്നത് ഭരണഘടനാപരമായ യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ അവകാശങ്ങൾ അടച്ചിട്ട മുറികളിൽ നിന്നും ആവേശ കൊലവിളികളായി തെരുവുകളിലേക്ക് പടരുമ്പോൾ മുറിവേൽക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ അന്തസ്സാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അധികാരം പിടിക്കാനുള്ള വടംവലികൾക്കിടയിൽ ജനഹിതം മറന്നു പോകരുത് എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് നൽകാനുള്ളത്. ഗ്രൂപ്പ് പോരുകളുടെ മുറവിളികൾ അല്ല, മറിച്ച് വികസനത്തിന്റെ വേഗത്തിനൊപ്പം സഞ്ചരിക്കുന്ന കരുത്തുറ്റ നായകന്മാരെയാണ് കേരളത്തിന് ആവശ്യം. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് അന്തിമ വിധി എഴുതാനിരിക്കെ ഡൽഹിയിൽ നിന്നും ആ ശുഭവാർത്ത ഇന്ന് കേരളത്തിലെത്തുമോ, അതോ ഇനിയും അനിശ്ചിതത്വം നീളുമോ? നമുക്ക് കാത്തിരിക്കണം. എന്തായാലും ആദ്യം നോക്കാം തലക്കെട്ടുകൾ. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കായി കോൺഗ്രസിൽ നിർണായക ചർച്ചകൾ. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഡൽഹിയിൽ. നേതാക്കളുമായി ഹൈക്കമാൻഡ് ചർച്ച നടത്തും. തീരുമാനമായാൽ വൈകിട്ട് പ്രഖ്യാപനം. കേരള ഹൗസിൽ വി.ഡി. സതീശന് മുദ്രാവാക്യ വിളികളോടെ സ്വീകരണം. തമിഴ്നാട്ടിൽ വിജയിയുടെ സത്യപ്രതിജ്ഞ പ്രതിസന്ധിയിൽ. VC-ക്ക് പിന്തുണയിൽ തീരുമാനം ഇന്ന്. 118 പേരുടെ കത്തില്ലാതെ സത്യപ്രതിജ്ഞ വേണ്ട എന്ന് ഗവർണർ. AMMK MLA കാമരാജിന്റെ പേരിൽ TV-ക്ക് വ്യാജ കത്ത് ഉണ്ടാക്കിയതായി TTV ദിനകരൻ. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ആദ്യ BJP സർക്കാർ ഇന്ന് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞ രാവിലെ 11 മണിക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സമ്പൂർണ്ണ പരാജയത്തിന് ശേഷം കേരള കോൺഗ്രസ് എമ്മിന്റെ ആദ്യ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത്. മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും പാർട്ടിക്ക് നേരിട്ട പരാജയം ചർച്ച ചെയ്യും. മുന്നണി മാറ്റമെന്ന ആവശ്യം അംഗീകരിക്കാതിരുന്നതിനും വിമർശനമുയർന്നേക്കും. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റും മഴയും ഉണ്ടായേക്കുമെന്ന് മുന്നറിയിപ്പ്. IPL-ൽ തുടർച്ചയായി 4ാം ജയവുമായി കൊൽക്കത്ത. ഡൽഹിയെ തോൽപ്പിച്ചത് 8 വിക്കറ്റിന്. ഫിൻ അലന് സെഞ്ചുറി. ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും നേർക്കുനേർ. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലപ്രഖ്യാപനമൊക്കെ വന്നു. മൃഗീയ ഭൂരിപക്ഷത്തിൽ UDF കേരളത്തിൽ അധികാരത്തിൽ വന്നു. പക്ഷെ അപ്പോഴും ചോദ്യം അവശേഷിക്കുന്നുണ്ട്, ആരാകും മുഖ്യമന്ത്രി? ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഇന്ന് നിർണായക ചർച്ചകൾ നടക്കുകയാണ്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും എന്നിവരുമായി ഹൈക്കമാൻഡ് ഇന്ന് ചർച്ച നടത്തും. തർക്കം പരിഹരിക്കാനായാൽ ഇന്ന് വൈകിട്ടോടെ തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കും. ചർച്ചകൾക്കായി ഡൽഹിയിലെത്തിയ വി.ഡി. സതീശന് കേരള ഹൗസിൽ വൻ സ്വീകരണമാണ് ലഭിച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്തായാലും കേരളം ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാകെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത്. എന്തായാലും ആ പ്രഖ്യാപനം ഇന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ലിജിൻ, ഗുഡ് മോർണിംഗ്. കേരളത്തിൽ മികച്ച ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് UDF ഭരണം പിടിച്ചെങ്കിലും മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇന്ന് അത് സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഡൽഹിയിൽ നടത്തും. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളുമായി ഹൈക്കമാൻഡ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തും, അവരുമായി ചർച്ച നടത്തും. ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അവകാശവാദത്തിനപ്പുറത്തേക്കുള്ള തർക്കം അവസാനിപ്പിക്കാൻ സാധിച്ചാൽ മാത്രം ഇന്ന് വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രിയുമായി ആരാണ് എന്ന പ്രഖ്യാപനമുണ്ടാകും. അതല്ലെങ്കിൽ ചർച്ചകൾ വീണ്ടും നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഇപ്പോഴും മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി വി.ഡി. സതീശൻ ഡൽഹിയിലെത്തിയിരുന്നു. ഇവിടെ കേരള ഹൗസിലെത്തിയിരുന്നു. വൻ സ്വീകരണമാണ് വി.ഡി. സതീശന് ഡൽഹിയിൽ കോൺഗ്രസ് പ്രവർത്തകർ നൽകിയിട്ടുള്ളത്. ആരാകും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് നിലവിൽ ഹൈക്കമാൻഡിന് മുൻപിൽ കേന്ദ്ര നിരീക്ഷകർ നൽകിയിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് MLA-മാരുടെ പിന്തുണ ഭൂരിപക്ഷവും K.C. വേണുഗോപാലിന് അനുകൂലമായിട്ടാണ്
നിലയിലാണുള്ളത്. എന്നാൽ MLA-മാരുടെ മാത്രം പിന്തുണ പരിശോധിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എടുക്കുമോ എന്നാണ് നോക്കിക്കാണുന്നത്. കാരണം UDF-ൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ അഭിപ്രായം VD സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഈ കേന്ദ്ര നിരീക്ഷകർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിലും MLA-മാരുടെ പിന്തുണയ്ക്കൊപ്പം തന്നെ മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായവും ഒപ്പം ജനവികാരവും പരിഗണിക്കണം എന്ന കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കും, ഒപ്പം ഈ വിഷയത്തിൽ ചർച്ചകളിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഏറെ നിർണായകമാകും എന്നുള്ളതാണ്. ഹൈക്കമാൻഡിൽ ഈ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ, മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ത് തീരുമാനം മുൻപോട്ട് വയ്ക്കുന്നു എന്നുള്ളത് ഏറെ നിർണായകമാകും. നിലവിൽ MLA-മാരുടെ പൂർണ്ണ പിന്തുണയുള്ളത് KC വേണുഗോപാലാണ്. പക്ഷേ കേരളത്തിൽ UDF-ലെ ഘടകകക്ഷികൾ പിന്തുണയ്ക്കുന്നതും അവിടെ VD സതീശന് മുഖ്യമന്ത്രിയാകണം എന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പരസ്യമായി പ്രകടനങ്ങൾ നടത്തുന്നതുമെല്ലാം തന്നെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയായിട്ടുണ്ട്. അതായത് മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണം പിടിച്ചുവെങ്കിൽ പോലും നിയമസഭാ കക്ഷി നേതാവിനെ വളരെ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള തർക്കം കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ തർക്കത്തിൻ്റെ ഒരു പരിഹാരം കാണാൻ കൂടിയാണ് മുതിർന്ന നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിച്ചിട്ടുള്ളത്. VD സതീശനും രമേശ് ചെന്നിത്തലയും ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായും ഹൈക്കമാൻഡ് നേതൃത്വം കൂടിക്കാഴ്ചകൾ നടത്തും. ആ തർക്കത്തിൽ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ സാധിച്ചാൽ മാത്രമേ, കാരണം MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനുണ്ട് എന്ന് പറയുമ്പോഴും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് ആലപ്പുഴയിൽ നടത്തേണ്ടി വരും. കൂടാതെ KC വേണുഗോപാലിന് വേണ്ടി മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കും നടത്തേണ്ടി വരും. അത് വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ അതൃപ്തി ഉണ്ടാക്കാൻ കാരണമാകും എന്ന വിലയിരുത്തൽ കൂടി ഹൈക്കമാൻഡ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് MLA-മാരുടെ പിന്തുണ ഉണ്ടെങ്കിലും KC വേണുഗോപാൽ എന്ന പ്രഖ്യാപനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്താത്തത്. അതുകൊണ്ട് ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യം തുടരുകയാണ്. അത് സംബന്ധിച്ചൊരു നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് ഡൽഹിയിൽ നടത്തും. ഹൈക്കമാൻഡ് നേതൃത്വം കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക. തർക്കം പരിഹരിക്കാനായാൽ മാത്രമായിരിക്കും ഇന്ന് വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രി ആരാകും എന്നത് സംബന്ധിച്ച് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നൊരു പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ലിജിൻ, ജിഷ്ണു, ഒരു കാര്യം കൂടി, ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ഉപതെരഞ്ഞെടുപ്പുകൾ, അതായത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ കേരളം നേരിടേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ലോക്സഭയിലേക്കും മറ്റൊന്ന് നിയമസഭയിലേക്കും. ഈ KC പക്ഷം ഇപ്പോഴും അവകാശപ്പെടുന്നത് MLA-മാരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ KC വേണുഗോപാൽ അത്തരത്തിൽ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ നിശ്ചയമായും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ് എന്തായാലും KC പക്ഷത്തിനുണ്ടാകും. മാത്രവുമല്ല ഹൈക്കമാൻഡിനും അത് വലിയൊരു ക്ഷീണമാകും. ആ രീതിയിലുള്ള ഒരു ഫോർമുല ആയിരിക്കുമല്ലോ എന്തായാലും തീരുമാനത്തിൽ അന്തിമമായി ഉണ്ടാവുക. തീർച്ചയായും അക്കാര്യങ്ങൾ തന്നെയാണ് ഹൈക്കമാൻഡ് പരിശോധിക്കുന്നത്. കാരണം MLA-മാരുടെ പൂർണ്ണ പിന്തുണ, ബഹുഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണ KC വേണുഗോപാലിനുണ്ട് എന്ന് പറയുമ്പോഴും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ ഒന്ന് സംഘടനാ തലത്തിൽ പ്രവർത്തകരുടെ അതൃപ്തിക്ക് ഇടയാക്കും. 2 ആലപ്പുഴയിൽ ഒരു ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരും. കൂടാതെ നിയമസഭയിലേക്കും KC വേണുഗോപാലിന് വേണ്ടി ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. അതിനെ ഹൈക്കമാൻഡ് നേതൃത്വം എങ്ങനെ നോക്കിക്കാണും എന്നുള്ളത് ഈ പ്രഖ്യാപനത്തിൽ ഏറെ നിർണായകമാകുമെങ്കിൽ പോലും KC വേണുഗോപാൽ ഈ ചർച്ചകളിൽ ഇന്ന് നേരിട്ട് പങ്കെടുക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള അവകാശവാദം ഹൈക്കമാൻഡ് നേതൃത്വത്തിന് മുൻപിലേക്ക്, കാരണം നിലവിൽ MLA-മാരും മുതിർന്ന നേതാക്കളുമാണ് ഹൈക്കമാൻഡിന് മുൻപിൽ അല്ലെങ്കിൽ കേന്ദ്ര നിരീക്ഷകർക്ക് മുൻപിൽ KC വേണുഗോപാലിന് വേണ്ടി ശക്തമായി വാദിച്ചിട്ടുള്ളത്. ഈ ചർച്ചകളിൽ നേരിട്ടെത്തി KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വാദിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഒപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി പരിശോധിക്കണം. അദ്ദേഹം ഹൈക്കമാൻഡിന് മുൻപിൽ ഉന്നയിച്ചിട്ടുള്ള അവകാശവാദം എന്നുള്ളത് മുതിർന്ന നേതാവാണ്. മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന പരിചയമുണ്ട്. ഒപ്പം മുൻപ് പല ഘട്ടങ്ങളിലും നേതാക്കൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള അവകാശവാദം നേരത്തെ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് ഈ 3 പേരുകളിൽ ആരിലേക്ക് ഹൈക്കമാൻഡ് എത്തും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതിനായാണ് മുതിർന്ന നേതാക്കളെ VD സതീശനെയും രമേശ് ചെന്നിത്തലയും ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഈ ചർച്ചകളിൽ പങ്കെടുക്കും. മല്ലികാർജ്ജുന ഖാർഗെയും ഒപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിലെല്ലാം ഏറ്റവും നിർണായകമാവുക, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി എന്ത് തീരുമാനം ഈ ചർച്ചകളിൽ മുൻപോട്ട് വയ്ക്കും എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ആരെ പിന്തുണച്ചുകൊണ്ട് ഈ ചർച്ചകളിൽ അഭിപ്രായം പറയും എന്നുള്ളത് ഏറെ നിർണായകമാകും. അത് അന്തിമമാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ലിജിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ KCയെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ നേതൃത്വത്തിന്
മുൻപിലുള്ള തലവേദന എന്നുള്ളത് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട നേതാക്കൾ കേരളത്തിൽ എത്രത്തോളം അതൃപ്തി ഉണ്ടാക്കും. അതിനപ്പുറത്തേക്ക് 2 ഉപതെരഞ്ഞെടുപ്പുകൾ ലോക്സഭയിലേക്ക് ആലപ്പുഴയിൽ നിന്നും ഒപ്പം കെ.സി. വേണുഗോപാലിന് വേണ്ടി നിയമസഭയിലേക്കും ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകും. അത് ഹൈക്കമാൻഡ് നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയായി ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളതൊരു തലവേദനയിലേക്ക്, ഒരു അനിശ്ചിതത്വത്തിലേക്ക് കോൺഗ്രസിനുള്ളിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. മികച്ച ഭൂരിപക്ഷം നിയമസഭയിലേക്ക് 140 അംഗ നിയമസഭയിലേക്ക് മൃഗീയ ഭൂരിപക്ഷത്തിൽ തന്നെ UDF-ന് ഭരണത്തിലേക്ക് തിരിച്ചുപിടിക്കാൻ സാധിച്ചെങ്കിലും ഇപ്പോഴും കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരാകണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തണം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. തർക്കം പരിഹരിക്കാൻ സാധിച്ചാൽ മാത്രം ഇന്ന് വൈകിട്ടോടുകൂടി പ്രഖ്യാപനമുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലിജിൻ. ശരി, എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിർണായക ചർച്ചകൾ ഡൽഹിയിൽ ഇന്ന് നടക്കുകയാണ്. ഹൈക്കമാൻഡ് പ്രധാനപ്പെട്ട നേതാക്കൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തും, ചർച്ച നടത്തും. എന്തായാലും ചർച്ചയ്ക്കൊടുവിൽ ഒരു ശുഭ തീരുമാനമുണ്ടായാൽ ഇന്ന് തന്നെ നമുക്കറിയാം ആരായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസിൽ പോരുമുറുകുമ്പോൾ ആലപ്പുഴയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ജില്ലയിൽ നിന്നും കെ.സിയും ചെന്നിത്തലയും സ്ഥാനത്തിനായി മുറവിളി കൂട്ടുമ്പോൾ ആര് എന്ന ചോദ്യത്തിനപ്പുറം കലുഷിതമാകാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ തള്ളിക്കളയാനും കഴിയില്ല. AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് എങ്കിൽ ആലപ്പുഴയിലെ കോൺഗ്രസിനുള്ളിൽ അത് സൃഷ്ടിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. സ്വന്തം മണ്ഡലമായ ആലപ്പുഴയിൽ കെ.സി. മത്സരിക്കാൻ കൂടി ഇറങ്ങിയാൽ അത് കോൺഗ്രസിന് ഇരട്ട പ്രഹരമായേക്കും. ഇടതിന്റെ കയ്യിലിരുന്ന മണ്ഡലത്തെ ശക്തമായ പോരാട്ടത്തിലൂടെയാണ് ഇക്കുറി UDF പിടിച്ചെടുത്തത്. ആദ്യമായി തെരഞ്ഞെടുപ്പ് അംഗത്തിനിറങ്ങിയ യുവനേതാവ് A.D. തോമസ് CPM-ന്റെ PP ചിത്തരഞ്ജനെതിരെ ചരിത്ര വിജയം നേടി മണ്ഡലത്തിൽ പ്രിയങ്കരനായി മാറുകയും ചെയ്തിരുന്നു. ആലപ്പുഴ മണ്ഡലത്തിലെ പ്രധാന ശക്തിയായ തീരദേശ ജനതയുടെ പ്രതിനിധിയായാണ് തോമസ് ജനവിധി തേടിയത്. യുവനേതാവ് എന്ന നിലയിൽ വലിയ പിന്തുണ തോമസിന് മണ്ഡലത്തിൽ ആകെ ലഭിക്കുകയും ചെയ്തു. എന്നാൽ കെ.സി. മത്സരത്തിന് ഇറങ്ങുന്നതോടെ തോമസിന് പിന്മാറേണ്ടി വരും. ഇത് ജനങ്ങൾക്കിടയിലെ വിശ്വാസ്യത തകർക്കുകയും വലിയ പ്രതിഷേധത്തിന് വഴിതെളിക്കുകയും ചെയ്യും. തോമസിന് ലഭിച്ച അവസരം നിലവിൽ MP-യായ കെ.സി. തട്ടിയെടുക്കുന്നുവെന്ന ആക്ഷേപം പ്രവർത്തകർക്കിടയിൽ തന്നെ ശക്തമാണ്. കെ.സിക്കെതിരെ ചില കോൺഗ്രസ് പ്രവർത്തകർ ഇതിനോടകം പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതേസമയം ഒരു കൂട്ടം കെ.സി. അനുകൂലികളും ജില്ലയിലുണ്ട്. അതിനാൽ തന്നെ കോൺഗ്രസിനുള്ളിൽ പോര് മുറുകുമെന്നുറപ്പ്. എന്നാൽ സംസ്ഥാനത്തെ തന്നെ പ്രധാന നേതാക്കളിൽ ഒരാളായ രമേശ് ചെന്നിത്തലയും ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിടിവലി നടത്തുമ്പോൾ ആലപ്പുഴയിലെ ഐക്യജനാധിപത്യ മുന്നണിയിലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും അത് കൂടുതൽ തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. എന്തായാലും ഈ സമ്പൂർണ്ണ പരാജയത്തിന് ശേഷം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആദ്യ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരുകയാണ്. ചെയർമാൻ ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസറാണ് രാവിലെ യോഗം ആരംഭിക്കുക. മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും പാർട്ടിക്ക് നേരിട്ട പരാജയം ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ മുന്നണി മാറ്റമെന്ന ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം നടപ്പാകാതിരുന്നതിനെതിരെയും വിമർശനം ഉയർന്നേക്കും. കേരള കോൺഗ്രസ് എം LDF-ലേക്ക് വന്നതിന് ശേഷം നടന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റിൽ മത്സരിച്ചപ്പോൾ 5 ഇടങ്ങളിൽ വിജയിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഉണ്ടായ UDF തരംഗത്തിൽ 12 സീറ്റിലും കേരള കോൺഗ്രസ് എം പരാജയപ്പെട്ടു. പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ തോൽവി ആദ്യമാണ്. പാർട്ടി രൂപീകരിച്ച ശേഷം ആദ്യമായാണ് പാർട്ടിക്ക് ഒരു MLA പോലും ഇല്ലാതെ വരുന്നത്. ലോക്സഭാ MP-യും MLA-യും ഇല്ലാതായതോടെ സംസ്ഥാന പാർട്ടി സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ഇതോടെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ്. 2 ചിഹ്നവും നഷ്ടപ്പെടാൻ ഇടയുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യാൻ കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. ഒരു വലിയ പൊട്ടിത്തെറിക്ക് തന്നെ യോഗം കാരണമായേക്കാമെന്നാണ് വിലയിരുത്തൽ. മുമ്പ് മുന്നണിമാറ്റ വിവാദമുണ്ടായപ്പോൾ അതിന് എതിര് നിന്ന പ്രമോദ് നാരായണൻ, റോഷി അഗസ്റ്റിൻ എന്നിവർക്കെതിരെ രൂക്ഷമായ വിമർശനത്തിന് സാധ്യത കൂടുതലുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടപ്പോൾ തന്നെ മുന്നണിമാറ്റം ഉണ്ടാകാതിരുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ പാർട്ടി അംഗങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നിരുന്നു. ഇത്തവണ ഭരണവിരുദ്ധ വികാരത്തിനപ്പുറം ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ തുടങ്ങിയ പലയിടങ്ങളിലും CPM-ൻ്റേതടക്കം ഇടത് വോട്ടുകൾ കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചില്ലെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ പാർട്ടി എന്ത് നിലപാടെടുക്കും എന്നതാണ് ശ്രദ്ധേയം. മുന്നണി ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുമോ എന്നും പാർട്ടിയിൽ പൊട്ടിത്തെറിക്കും പിളർപ്പിനും കാരണമാകുമോ എന്നതുമാണ് ഉയരുന്ന പ്രധാന ചോദ്യങ്ങൾ. അമൃത ന്യൂസ്, കോട്ടയം. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ LDF-നുള്ളിൽ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കാരണം LDF-നോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഘടകകക്ഷികൾ രംഗത്ത് വരികയാണ്. കോഴിക്കോട് സൗത്തിലെ പരാജയത്തിന് കാരണം BJP-യിലേക്ക് LDF വോട്ടുകൾ പോയതുകൊണ്ടാണ് എന്ന് അഹമ്മദ് ദേവർകോവിൽ അമൃത ന്യൂസിനോട് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടത്തിയ ക്യാമ്പയിനെതിരെയുള്ള അതൃപ്തിയും അഹമ്മദ് ദേവർകോവിൽ പ്രകടിപ്പിച്ചു.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF-ൽ ഏകപക്ഷീയമായ തീരുമാനം എടുക്കുന്നതിനെതിരെ RJD മാത്രമാണ് പ്രതികരിച്ചിരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിലെ ദയനീയമായ തോൽവിക്ക് പിന്നാലെ INL-ഉം മുന്നണിയിലെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ നിലവിൽ വന്നിരിക്കുകയാണ്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി T. റനീഷ് 2021-നേക്കാൾ 7590 വോട്ടുകളാണ് വർദ്ധിപ്പിച്ചത്. 42 ബൂത്തുകളിൽ NDA ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു. പ്രാഥമികമായി വോട്ടുകളുടെ എണ്ണത്തിൽ വന്ന കുറവുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ വോട്ടുകൾ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. സൗത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ വലിയ വിഭാഗം വോട്ടുകൾ BJP-യിലേക്ക് പോയിട്ടുള്ളത് എന്നാണ് കണക്കുകൾ കാണുന്നത്. ആ രീതിയിൽ സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രവണത ഈ തിരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത ആക്രമണം വേണ്ടിയിരുന്നില്ലെന്നും അഹമ്മദ് ദേവർകോവിൽ പറയുന്നു. വളരെ ചെറിയ ന്യൂനപക്ഷമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അത് അത്രമാത്രം പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായക്കാര്യത്തിൽ. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊടിപോടുമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും LDF-നെതിരായി ഉണ്ടായിട്ട് വിധിയെഴുത്ത് അതുകൊണ്ടാണ് എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. RJDക്ക് പിന്നാലെ INL-ഉം LDF-ലെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങളിൽ മുന്നണിയിൽ തുടരണമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടന്നേക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇനി പശ്ചിമബംഗാളിലേക്ക് പോയാൽ പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആദ്യ BJP സർക്കാർ അധികാരമേൽക്കുകയാണ്. രാവിലെ 11 മണിക്ക് കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ഒരിക്കൽ കൂടി ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, എന്തായാലും ഒരു ചരിത്ര മുഹൂർത്തം അന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. പശ്ചിമബംഗാളിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നതാ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുകയാണ്. NDAയുടെ പ്രധാനപ്പെട്ട നേതാക്കളും മുഖ്യമന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്നു. ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ തന്നെയായിരിക്കുമല്ലോ BJPയും NDAയും ശ്രമിക്കുക. ലിജിൻ, പശ്ചിമബംഗാളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് BJP സർക്കാർ അധികാരത്തിലേൽക്കുന്നത്. ഇന്ന് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ 11 മണിയോടുകൂടി BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന കേന്ദ്രമന്ത്രിമാർ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കൂടാതെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, പ്രധാനപ്പെട്ട നേതാക്കൾ ഇവരെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ട് ലിജിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ അക്ഷരാർത്ഥത്തിൽ BJPയുടെ ഒരു ശക്തി പ്രകടനമായി തന്നെയായിരിക്കും പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ ആദ്യമായി BJPയുടെ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. ഇന്നലെ കൊൽക്കത്തയിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലായിരുന്നു സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര നിരീക്ഷകനായി നേരിട്ട് ബംഗാളിലെത്തി നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ആ നിയമസഭാ കക്ഷി യോഗത്തിന് തൊട്ടുപിറകെ തന്നെ സുവേന്ദു അധികാരിയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJPയുടെ നിയമസഭാ കക്ഷി നേതാവായി അമിത്ഷാ പ്രഖ്യാപിച്ചത്. തുടർന്ന് വൈകിട്ട് 6:30 ലോക് ഭവനിലെത്തി ഗവർണർ RN രവിയുമായി കൂടിക്കാഴ്ച നടത്തി സുവേന്ദു അധികാരി സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. ഇന്ന് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനത്തിലാണ് പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ BJPയുടെ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പൂർണ്ണമായും നമുക്ക് മുൻപിലുണ്ട്. അവിടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ തന്നെയായിരുന്നു BJP പശ്ചിമ ബംഗാൾ പിടിച്ചെടുത്തത്. 293 അംഗ നിയമസഭയിൽ 207 സീറ്റുകളാണ്. 294-ൽ 93 ഇടങ്ങളിലേക്ക് ഒരു മണ്ഡലത്തിൽ ഇനി ഈ മാസം 21-ന് വോട്ടെടുപ്പ് നടക്കാനുണ്ട്. അതിൽ തന്നെ 207 മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറിയായിരുന്നു BJP ആദ്യമായി ബംഗാളിൽ ഭരണം പിടിച്ചിട്ടുള്ളത്. അവിടെ തന്നെ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ഭവാനിപൂരിൽ പ്രതിപക്ഷ നേതാവ്, നിലവിൽ നിയുക്ത മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചു. ബംഗാളിൽ വളരെ വർഷക്കാലം നീണ്ട 30 വർഷത്തിലധികം നീണ്ട ഇടത് ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് 2011-ലായിരുന്നു മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലേറുന്നത്. അപ്പോഴും അവിടെ പ്രതിപക്ഷമായി ഉണ്ടായിരുന്നത് CPM-ഉം കോൺഗ്രസും തന്നെയായിരുന്നു. പക്ഷേ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് ബംഗാളിലെ രാഷ്ട്രീയ ചിത്രം തന്നെ പൂർണ്ണമായും മാറിയത്. അവിടെ 3-ൽ നിന്ന് 77 സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് BJP ബംഗാളിന്റെ മുഖ്യ പ്രതിപക്ഷമാവുകയും കോൺഗ്രസും CPM-ഉം ചിത്രത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായും ഒഴിവാകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് 5 വർഷത്തിന് ശേഷം ഇപ്പോൾ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് 77-ൽ നിന്ന് 207 സീറ്റുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ബംഗാളിൽ BJP ഭരണം പിടിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം മുർഷിദാബാദ്, കൊൽക്കത്ത, നോർത്ത് സൗത്ത് 24 പർഗാനസ് മേഖലയിൽ വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ BJPയും തൃണമൂൽ കോൺഗ്രസും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചു. സുവേന്ദു അധികാരിയുടെ ഏറ്റവും അടുത്ത അനുയായി പേഴ്സണൽ സ്റ്റാഫ് ചന്ദ്രനാഥ് രഥ് കഴിഞ്ഞ ദിവസം വെടിയേറ്റ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ബംഗാളിൽ ഈ അക്രമവും അഴിമതിയും പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും ബംഗാളിന്റെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുമെന്ന പ്രഖ്യാപനമാണ് ഈ നിയുക്ത മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഉള്ള പ്രതികരണത്തിൽ സുവേന്ദു അധികാരിയും ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും രാവിലെ 11 മണിയോടുകൂടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഒരു ഉപമുഖ്യമന്ത്രി കൂടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, കൂടാതെ BJP NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇവരെല്ലാം പങ്കെടുത്തുകൊണ്ടായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. ലിജിൻ, വ്യക്തമാണ്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷം നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് BJP മൃഗീയ ഭൂരിപക്ഷത്തിൽ, അതായത് 294 മണ്ഡലങ്ങളിൽ 207 വിജയിച്ചുകൊണ്ട് വലിയൊരു ഭൂരിപക്ഷത്തിൽ ബംഗാളിൽ BJP അധികാരത്തിൽ വരുന്നത്. സ്വാഭാവികമായും വലിയൊരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ തന്നെയായിരിക്കും ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് സാക്ഷ്യം വഹിക്കുക. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ തമിഴ്നാടും സമാനമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നേരിട്ട മറ്റൊരു സംസ്ഥാനമാണ്. എന്തായാലും അവിടെ വിജയുടെ സത്യപ്രതിജ്ഞയിൽ അനിശ്ചിതത്വം തുടരുന്നു. വിജയുടെ ഭൂരിപക്ഷത്തിൽ ലോക്ഭവനിൽ നിന്നും ഇനിയും നിർണായക നിലപാട് വരേണ്ടതുണ്ട്. 116 പേരുടെ പിന്തുണക്കത്ത് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നും വിജയെ ക്ഷണിക്കാവുന്ന സാഹചര്യമായിട്ടില്ല എന്നും ഗവർണർ അറിയിച്ചു. BCK, ലീഗ് എന്നീ പാർട്ടികൾ കത്തുകൾ ലോക്ഭവനിൽ എത്തിയിട്ടില്ല. BCK 2 സീറ്റ് നേടിയിട്ടുണ്ട്. 120 പേരുടെ പിന്തുണ ഉറപ്പിച്ചാണ് 3ാം തവണ ഗവർണറെ കാണാൻ വിജയ് ലോക്ഭവനിൽ എത്തിയത്. എന്നാൽ VKC സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കുകയാണോ എന്ന സംശയത്തിലാണ് TVK. അതിനിടെ AMMK MLA കാമരാജിന്റെ പേരിൽ TVK വ്യാജ കത്ത് ഉണ്ടാക്കിയതായി ആരോപിച്ച് TTV ദിനകരൻ രംഗത്തെത്തി. തനിക്കൊപ്പമുള്ള മാന്നാർകുടി MLA S കാമരാജ് TVKക്ക് പിന്തുണ നൽകിയതായി ചില മാധ്യമങ്ങളിൽ വാർത്ത കണ്ടു എന്നും, എന്നാൽ അങ്ങനെയൊരു പിന്തുണ നൽകിയിട്ടില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ദിനകരൻ ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ടു. ഒപ്പം എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവും ഗവർണർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇനി കാസർഗോഡ് ജില്ലയിലേക്ക് നോക്കുമ്പോൾ കാസർഗോഡ് ഉദുമ നിയോജക മണ്ഡലത്തിൽ 37 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് അട്ടിമറി വിജയം നേടിയത് ന്യൂനപക്ഷ വോട്ടുകളുടെ പിൻബലത്തിൽ. UDF ഭരിക്കുന്ന ചെമ്മനാട്, മുളിയാർ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് മാത്രം കഴിഞ്ഞ തവണത്തേക്കാൾ 8111 വോട്ടിന്റെ ലീഡാണ് നിയുക്ത MLA കോൺഗ്രസിന്റെ K നീലകണ്ഠന് ഇത്തവണ ലഭിച്ചത്. ഉദുമ നിയോജക മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രമായ ചെമ്മനാട്, മുളിയാർ ഗ്രാമപഞ്ചായത്തുകളിൽ 2021 UDFന് ലഭിച്ച ലീഡും 2026 ലഭിച്ച വോട്ട് ലീഡും പരിശോധിക്കുമ്പോൾ വൻ മുന്നേറ്റമാണ് UDF കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ K നീലകണ്ഠന് ലഭിച്ചത്. 2021 UDFന് ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിൽ 3880 വോട്ടുകളുടെ ലീഡാണെങ്കിൽ ഇത്തവണ വോട്ട് ലീഡ് 9554 ഉയർന്നു. മുളിയാർ ഗ്രാമപഞ്ചായത്തിൽ UDF ലീഡ് 2021 780 വോട്ടുകൾ. എന്നാൽ ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF ലീഡ് 3217 ഉയർന്നു. കൂടാതെ LDF ഭരിക്കുന്ന ഉദുമ ഗ്രാമപഞ്ചായത്തിൽ 1495 വോട്ടിന്റെ ലീഡും നേടാൻ സാധിച്ചു. ഇതോടെ 37 വർഷങ്ങൾക്ക് ശേഷം ഉദുമ നിയോജക മണ്ഡലം UDFന്റെ കൈകളിലായി. ന്യൂനപക്ഷ വോട്ടുകൾ ഒറ്റക്കെട്ടായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. മണ്ഡലത്തിലെ നായർ വിഭാഗത്തിന്റെ വോട്ടുകളും വലിയ രീതിയിൽ K നീലകണ്ഠനെ പിന്തുണച്ചു. വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഒരിക്കൽ പോലും സിറ്റിംഗ് MLAയും LDF സ്ഥാനാർത്ഥിയുമായ CH കുഞ്ഞമ്പൂവിനെ ലീഡ് ചെയ്യാൻ സാധിച്ചില്ല. CPMന് മുൻതൂക്കമുള്ള ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിൽ LDFന് ലഭിച്ചത് 158 വോട്ടുകളുടെ ലീഡ് മാത്രം. ഇതിനു പുറമെ CPM ശക്തി കേന്ദ്രങ്ങളായ ഭേഡെടുക്ക, കുറ്റിക്കോൽ, പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തുകളിൽ LDFന് ലീഡ് ലഭിച്ചെങ്കിലും UDF മുന്നേറ്റത്തിനിടയിൽ പരാജയപ്പെട്ടു. അമൃത ന്യൂസ്, കാസർഗോഡ്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് മുന്നോട്ട് വെച്ച 5 ഗ്യാരണ്ടികളുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വലിയ മൃഗീയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരികയും ചെയ്തു. എന്തായിരിക്കും ആ പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങളുടെ നിലവിലത്തെ സ്ഥിതി എന്ന് പരിശോധിക്കാം. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി KSRTC. ഇന്നു മുതൽ നൽകുന്ന ടിക്കറ്റിൽ സ്ത്രീ, പുരുഷൻ എന്ന് രേഖപ്പെടുത്തും. എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നുവെന്ന് കണ്ടെത്താനാണ് KSRTCയുടെ ശ്രമം. ഇതിന്റെ ഭാഗമായി KSRTC ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സ്ത്രീ, പുരുഷ യാത്രക്കാരെ പ്രത്യേകം രേഖപ്പെടുത്താൻ നിർദ്ദേശമെന്നതും ശ്രദ്ധേയമാണ്. രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൽകിയ പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങൾ, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. പല വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളത്. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു എന്ന് വേണോ മനസ്സിലാക്കാൻ?
തീർച്ചയായും ലിജിൻ, സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ അത്തരമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. ധനസെക്രട്ടറിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ജെൻഡർ കോഡിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി ഇനി മുതൽ ടിക്കറ്റ് നൽകുന്ന സമയത്ത് സ്ത്രീ പുരുഷൻ എന്ന രീതിയിൽ നൽകണം എന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ വന്നിരിക്കുന്നത്. അത് ഇന്നു മുതൽ നടപ്പാകുന്നു എന്നതാണ്. ഇന്നു മുതൽ KSRTCയിൽ നൽകുന്ന ടിക്കറ്റ് എടുക്കുന്നത് പുരുഷനാണെങ്കിൽ പുരുഷനെന്നും സ്ത്രീയാണെങ്കിൽ സ്ത്രീ എന്നും രേഖപ്പെടുത്തുകയാണ്. 10 ദിവസത്തേക്കാണ് ഈ ഒരു പുതിയ പരിഷ്കരണം ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഒരു ദിവസം എത്ര സ്ത്രീകൾ ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാഴ്ച എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നു എന്നതാണ്. ദീർഘദൂര ഹ്രസ്വദൂര ബസ്സുകളിലടക്കം, ലോക്കൽ ബസ്സുകളിലടക്കം എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം എടുക്കുക എന്നത് തന്നെയാണ്. നേരത്തെ നമുക്കറിയാം, കോൺഗ്രസിൻ്റെ പ്രഖ്യാപനങ്ങൾ, ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പ്രഖ്യാപനങ്ങൾ ഏറ്റവും പ്രധാനം തന്നെയായിരുന്നു. ലിജി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും എന്നത് സംബന്ധിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതനുസരിച്ചാണ് ഇനി ഈ റിപ്പോർട്ട് തയ്യാറാക്കി KSRTC അത് ധനവകുപ്പിന് നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ധനവകുപ്പ് ഇത് സർക്കാരിൽ സമർപ്പിക്കുകയും സർക്കാർ പിന്നീട് മന്ത്രിസഭാ യോഗത്തിലടക്കം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് ഇത് നടപ്പാക്കാൻ കഴിയുമോ എന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ സൗജന്യ സ്ത്രീ യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ഗ്യാരണ്ടി നടപ്പാക്കുക എന്നത് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒരു പഠനമായി തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാൻ കഴിയും. എന്തു തന്നെ ആയാലും ഇന്നു മുതൽ നൽകുന്ന ടിക്കറ്റിൽ ഇത്തരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് 10 ദിവസത്തെ ഒരു പഠനം നടത്തി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ധനവകുപ്പിൻ്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രത്യേകമായി ടിക്കറ്റിൽ രേഖപ്പെടുത്തുന്ന രീതി ഇന്നു മുതൽ ആരംഭിക്കുന്നത്. എത്ര കോടി രൂപയുടെ ബാധ്യത സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം വരാൻ പോകുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നൽകിക്കൊണ്ട് ഇത് നടപ്പാക്കാൻ, ഏത് രീതിയിൽ നടപ്പാക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയായിരിക്കും ഉദ്ദേശിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നു മുതൽ തന്നെ അത്തരത്തിലൊരു രേഖപ്പെടുത്തലിലേക്ക് കടക്കുകയാണ്. സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ വകുപ്പ് ഇതിലൊരു പഠനം നടത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും KSRTC വലിയ പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയത്. ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാതെ വരഞ്ഞ ഒരു അവസ്ഥ KSRTCക്കുണ്ട്. അവിടെയാണ് ഇത്തരം വലിയൊരു പ്രഖ്യാപനം എന്തായാലും കോൺഗ്രസ് ഇത്തവണ നടത്തിയത്. തുടക്കത്തിൽ തന്നെ അതെങ്ങനെ നടപ്പിലാക്കും, അല്ലെങ്കിൽ ഈ പ്രതിസന്ധിക്കിടയിൽ കേവലം ഒരു വാചക കസർത്തായി മാത്രം അവസാനിക്കുമോ എന്നതായിരുന്നു പ്രധാന വിമർശനം. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്ന് 8 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മഴയും ഉണ്ടായേക്കും എന്നുമാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ 9 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റന്നാൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പാണ്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. തീരദേശ മേഖലകളിലും ലക്ഷദ്വീപിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കടുത്ത വേനലിലും മാസങ്ങൾക്ക് മുൻപ് ശേഖരിച്ച മഴവെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുളമുണ്ട് കാസർഗോഡ് ബേളയിലെ ഒരു വീട്ടുമുറ്റത്ത്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പ്രൊഫസർ രത്നാകര മല്ലമൂലയുടെ ശാസ്ത്രീയ മഴവെള്ള സംഭരണ പ്രവർത്തികൾ മനസ്സ് കുളിർപ്പിക്കുന്ന കാഴ്ചയാണ്. 2 ലക്ഷം ലിറ്റർ മഴവെള്ളം സംഭരിക്കുന്നതിനായി വീട്ടുമുറ്റത്തൊരുക്കിയ മഴക്കുളം വേനലിന്റെ ഉച്ചസ്ഥായിയിലും നിറഞ്ഞു നിൽക്കുമ്പോൾ ഇത് മനസ്സ് കുളിർപ്പിക്കുന്ന തുളുനാടൻ മണ്ണിലെ വേറിട്ട കാഴ്ച. മഴയാരംഭത്തോടെ ജൂൺ മാസം മുതൽ 4 മാസക്കാലം സംഭരിച്ച മഴവെള്ളമാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ കന്നഡ വിഭാഗം പ്രൊഫസർ രത്നാകര മല്ലമൂലയുടെ വീട്ടുമുറ്റത്ത് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. കുളത്തിൽ മഴവെള്ളം നിറയുമ്പോൾ ശാസ്ത്രീയ മാർഗത്തിലൂടെ വീട്ടിലെ ബോറിലെ
ബോറിലേക്കും കിണറിലേക്കും വെള്ളം റീചാർജ് ചെയ്യും. തുടർന്ന് നവംബർ മുതൽ മെയ് മാസം വരെ മഴയില്ലാത്ത കാലത്ത് റീചാർജ് ചെയ്ത വെള്ളം സംഭരണിയിലേക്ക് തിരിച്ചെത്തിച്ച് കൃഷി ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നു. ചെങ്കൽപ്പാറ നീക്കം ചെയ്ത് 9 അടി താഴ്ചയും 36 അടി നീളവുമുള്ള മഴക്കുളം 1.5 വർഷം മുൻപാണ് പ്രൊഫസർ രത്നാകര മല്ലമൂല പേളയിലെ വീട്ടുമുറ്റത്തൊരുക്കിയത്. ഇടിയും ഒരു ഉള്ള ക്ഷാമത്തിൻ്റെ ഒരു സ്ഥലമായതുകൊണ്ട് ഇടിയും ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് 3-4 വർഷം മുമ്പ് ഇതിന് ചെയ്തതും. പിന്നെ ഇപ്പോൾ അത് വളരെ സക്സസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവർക്കെല്ലാം എല്ലാവരും ഞങ്ങൾക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, എല്ലാവരും വീട്ടിലും ഒരു ജലസംഭരണി വേണം. അന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന് കാസർഗോഡ് അല്ലെങ്കിൽ ഈ കോസ്റ്റൽ ഏരിയയിൽ വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ക്ഷാമം ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ശാസ്ത്രീയ രീതിയിലുള്ള മഴവെള്ള സംഭരണം, തരിശുഭൂമിയെ ജൈവ രീതിയിൽ കൃഷിഭൂമിയാക്കൽ എന്നീ പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കി കേരള സർക്കാർ വനം വകുപ്പിന്റെ വനമിത്ര അവാർഡിന് പ്രൊഫസർ രത്നാകരയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. സംഭരിച്ച മഴവെള്ളം തുവര, ചെറുപയർ, മുതിര എന്നീ ധാന്യങ്ങളും കവുങ്ങ്, തെങ്ങ് കൃഷി, ഔഷധത്തോട്ടം എന്നിവയ്ക്ക് ഒരേക്കർ വരുന്ന കൃഷിഭൂമിയിൽ ഇപ്പോഴും ഉപയോഗിച്ചു വരികയാണ്. കടുത്ത വേനലിൽ തോടുകളും പുഴകളും വറ്റിവരളുന്നതിന്റെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സ് നിറയ്ക്കുന്ന ഈ വ്യത്യസ്ത കാഴ്ച. പ്രൊഫസർ രത്നാകര മല്ലമൂലയുടെ വീട്ടുമുറ്റത്തെ സംഭരണി മഴവെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. ഇടുക്കി പൂപ്പാറയിൽ ഹൈക്കോടതി വിധി നടപ്പാക്കിയതിനെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട 15 കുടുംബങ്ങളെ 6 മാസത്തിനുള്ളിൽ പുനരധിവസിപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച 29 വീടുകളും 3 ആരാധനാലയങ്ങളും അടക്കം 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കിയത്. ഇടുക്കി പൂപ്പാറയിൽ കയ്യേറ്റം ഒഴിപ്പിച്ച ശേഷം പൊളിച്ച വീടുകളുടെയും കടകളുടെയും അവശിഷ്ടങ്ങൾ നീക്കുന്നത് തുടരുകയാണ്. 29 വീടുകളും 3 ആരാധനാലയങ്ങളും ഉൾപ്പെടെ 88 കെട്ടിടങ്ങളാണ് ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കിയത്. പുഴ പുറംപോക്കിൽ അനധികൃതമായി നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2024 ഫെബ്രുവരി 7-നാണ് കെട്ടിടങ്ങൾ സർക്കാർ ഏറ്റെടുത്തത്. ഹൈക്കോടതി ഉത്തരവിനെതിരെ കെട്ടിട ഉടമകൾ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് 29 വീടുകളും താമസക്കാരെ ഒഴിപ്പിച്ച ശേഷം പൊളിച്ചു നീക്കിയത്. 17 കുടുംബങ്ങൾക്കാണ് മറ്റൊരു സ്ഥലത്ത് ഭൂമിയോ വീടോ ഇല്ലാത്തത്. ഇതിൽ 2 കുടുംബങ്ങൾക്ക് നേരത്തെ ലൈഫ് പദ്ധതിയിൽ നിന്നും വീട് അനുവദിച്ചിരുന്നു. വീട് നിർമ്മാണം പൂർത്തിയായാൽ ഇവർക്ക് അവിടേക്ക് മാറി താമസിക്കാം. ബാക്കിയുള്ള 15 കുടുംബങ്ങളെയും 6 മാസത്തിനുള്ളിൽ പുനരധിവസിപ്പിക്കുമെന്ന് ശാന്തൻപാറ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. പന്നിയാർപ്പുഴയിലെ തീരത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കുടുംബങ്ങളിൽ 15 കുടുംബങ്ങളാണ് വീട് സ്ഥലവും ഒന്നുമില്ലാത്തവരായി കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. 15 പേരെയും ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി 6 മാസത്തിനകം സ്ഥലവും വീടും നൽകി അവരെ സ്വന്തമായി വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്നുള്ളതാണ് ആദ്യമായി തീരുമാനിച്ചിട്ടുള്ളത്. വീടില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും താൽക്കാലിക താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിലും 1 വർഷത്തേക്ക് സ്വകാര്യ തേയില കമ്പനിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ഇവർക്ക് അനുവദിക്കണമെന്ന് കമ്പനിയോട് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. പത്നി നീത സേത്തുമായി ആശ്രമത്തിലെത്തിയ അദ്ദേഹത്തെ മുതിർന്ന സന്യാസിമാരും ആശ്രമ അന്തേവാസികളും കോളേജ് അധികൃതരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ കണ്ട് വിശേഷങ്ങൾ പങ്കുവച്ചു. അമ്മയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസും സന്ദർശിച്ചു. അമൃതപുരി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവേഷണ ലാബുകളും സെന്ററുകളും സന്ദർശിച്ച അദ്ദേഹം സർവകലാശാല അധികൃതരുമായും വിവിധ ലാബുകളുടെയും സെന്ററുകളുടെയും പ്രതിനിധികളുമായും സംവദിച്ച ശേഷമാണ് മടങ്ങിയത്.
മഹാപ്രളയം ബാക്കി വെച്ച പമ്പയിലെ മണൽ വിറ്റ് പണമാക്കാൻ നോക്കിയ വനവകുപ്പിന് ഇപ്പോൾ മണലും പോയി പണവും പോയി എന്ന അവസ്ഥയിലാണ്. പമ്പ ത്രിവേണിയിൽ നിന്നും നീക്കം ചെയ്ത വടശ്ശേരിക്കരയിലെ ഡിപ്പോയിൽ എത്തിച്ച 1000 ഘനമീറ്റർ മണലാണ് 3 വർഷമായിട്ടും വാങ്ങാൻ ആളില്ലാതെ കാട് പിടിച്ച് കിടക്കുന്നത്. 40 തവണ ലേലത്തിന് വെച്ചിട്ടും ആവശ്യക്കാരെത്താത്തത് വനവകുപ്പിനെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് വരുത്തി വച്ചിരിക്കുന്നത്. മഹാപ്രളയത്തിൽ പമ്പ ത്രിവേണിയിൽ അടിഞ്ഞുകൂടിയ മണലാണ് യാതൊരു പ്രയോജനവുമില്ലാതെ ഇവിടെ കാടുമൂടിക്കിടക്കുന്നത്. പമ്പയിൽ നിന്നുള്ള 62 ലോഡ് മണൽ വിൽപ്പനയ്ക്കായി വനം വകുപ്പിന്റെ അരീക്കക്കാവ് ഡിപ്പോയിൽ എത്തിച്ചത് 2019 എന്നാൽ വർഷങ്ങൾ 3 കഴിഞ്ഞിട്ടും ഈ മണൽ വാങ്ങാൻ ഒരാൾ പോലും എത്താത്ത അവസ്ഥയാണിപ്പോൾ. 2019 ഓഗസ്റ്റ് മുതൽ 40-ലധികം തവണ ലേലത്തിന് വെച്ചിട്ടും വാങ്ങാൻ ഒരാൾ പോലും എത്തിയില്ല. വനം വകുപ്പിനാകട്ടെ മണൽ എത്തിച്ച വകയിലും അത് ഒലിച്ചു പോകാതിരിക്കാൻ മതിൽ നിർമ്മിച്ച വകയിലുമായി 8 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണുണ്ടായത്. വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് എംസാൻഡും ആറ്റുമണലും ലഭ്യമാകുമ്പോൾ ചെളിയും മാലിന്യവും നിറഞ്ഞ ഈ മണലിന് വനം വകുപ്പ് ഈടാക്കുന്ന ഉയർന്ന തുകയാണ് ലേലം പരാജയപ്പെടാൻ കാരണം. ഒരുപക്ഷെ വനം വകുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 100-ലേറെ തവണ അത് ടെൻഡർ വെച്ചു, ആരും വിളിക്കുന്നില്ല. ക്വാളിറ്റി, അതിൻ്റെ ഗുണമേന്മയെ സംബന്ധിച്ച് കെട്ടിടം പണിയാൻ കൊള്ളാമോ തേക്കാൻ കൊള്ളാമോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ എഞ്ചിനീയർമാർ അതൊരു നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. 1. 2, ഇവർ ചോദിക്കുന്നത് ഭയങ്കര വിലയാണ്. ഇതിനേക്കാൾ കുറച്ച് പാറമണലും അല്ലെങ്കിൽ ആറ്റുമണലും ലഭ്യമാകുന്നിടത്ത് ആറ്റുമണലും എല്ലാം കിട്ടും. ഇതിപ്പോൾ വലിയ വിലയാണ്. ഇത് സാധാരണക്കാർക്ക് ഇവിടെ സ്പോട്ടിൽ നിന്ന് വിളിക്കാൻ പറ്റില്ല. ഇത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് ഓൺലൈൻ വഴി ലേലം ചെയ്ത് കഴിയുമ്പോൾ കോട്ട് ചെയ്യുന്ന തുകയുടെ 5% GST കൊടുക്കണം. വേറെ വനം വകുപ്പിനൊരു പ്രക്രിയയുണ്ട്. അവരുടെ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ടാക്സ് FDT എന്ന് പറയും, അത് 5%. പിന്നീട് 1% പ്രളയ സെസ്. വനവിഭവങ്ങൾ വിൽക്കുന്ന MSTC വെബ്സൈറ്റ് വഴിയുള്ള സങ്കീർണമായ ടെൻഡർ നടപടികളും നികുതി ഭാരവുമാണ് സാധാരണക്കാരെ ഇതിൽ നിന്നും അകറ്റുന്നത്. നഷ്ടം നികത്താൻ ഇനിയെങ്കിലും പ്രായോഗികമായ നടപടികൾ ഉണ്ടാകുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ദിലീപ്, എങ്ങനെയായിരിക്കും ഇന്ന് വ്യാപാരം ആരംഭിക്കുക? എന്താണ് വിപണി മേഖലയിൽ ഇന്നുണ്ടാകാൻ പോകുന്ന മാറ്റം? ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇപ്പോഴും സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതും സമാധാന കരാറിൽ ഇപ്പോഴും എത്താൻ കഴിയാത്തതുമാണ് ഇപ്പോൾ വലിയൊരു സമ്മർദ്ദം വിപണിയിൽ ഉണ്ടാകുന്നത്. വരും ദിവസങ്ങളിലും ഏതെങ്കിലും തരത്തിലൊരു പുരോഗതി ഉണ്ടായാൽ മാത്രമേ അത് വിപണിക്ക് അനുകൂലമായി നീങ്ങുകയുള്ളൂ. എണ്ണവിലയിൽ ഇന്നലെ അപ്രതീക്ഷിതമായ ഒരു കയറ്റമുണ്ടായി. ഇതും ഇന്ത്യയെ പോലുള്ള എണ്ണ ഇറക്കുമതി രാജ്യത്തിനുണ്ടാക്കിയേക്കാവുന്ന, ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു സമ്മർദ്ദമാണ് വിപണിയെ ഇപ്പോൾ ഈ രീതിയിലൊരു വിൽപ്പനയിലേക്ക് നയിക്കുന്നത്. മുൻനിര ഓഹരി സൂചികയിൽ ഉണ്ടായിരുന്ന വിൽപ്പന നിഫ്റ്റി സൂചികയെ 24,200 എന്ന പ്രധാന നിലവാരത്തിന് താഴേക്ക് എത്തിക്കുകയുണ്ടായി. അതും വലിയ തോതിൽ ഒരു ആശങ്കയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. രണ്ടാം നിര ചെറുകിട ഓഹരികളിലും സമ്മിശ്രമായ ഒരു പ്രതികരണമായിരുന്നു. രണ്ടാം നിര ഓഹരികളിൽ നഷ്ടമായപ്പോൾ ചെറുകിട ഓഹരികളിൽ സൂചികയിൽ നേരിയ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വരും ദിവസങ്ങളിലും കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയും വിപണി സ്വാധീനിക്കാൻ പോകുന്ന ആഭ്യന്തര ഘടകം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും ഈ ഒരു അവസരത്തിൽ നിർണായകം തന്നെയാണ്. കഴിഞ്ഞ ദിവസവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. 4,400 കോടി രൂപയുടെ വിൽപ്പനയാണ് ഇന്നലെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളിൽ വളരെ അനുകൂലമായി വിപണിയിൽ ഇടപെടുന്നത് തന്നെ ഒരു പരിധിവരെ ആ ഒരു വീഴ്ചയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നുമുണ്ട്. ചെറുകിട നിക്ഷേപകരുടെ നിലപാടുകളും വരും ദിവസങ്ങളിൽ നിർണായകമായിരിക്കും. എന്തായാലും ആഗോള സാഹചര്യങ്ങൾ തന്നെയായിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടും വിപണിയെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. US ഇറാൻ തമ്മിലുള്ള സമാധാന കരാറിൽ ഏതെങ്കിലും തരത്തിൽ പ്രാവർത്തികമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന ഒരു നിമിഷത്തിൽ മാത്രമേ വിപണിയിൽ ഇനി ഒരു തുടർച്ചയായ ഒരു മുന്നേറ്റം സാധ്യമാവുള്ളൂ. 24,400 എന്നുള്ള നിലവാരം ഈ ഒരു അവസരത്തിൽ അതുകൊണ്ട് തന്നെ വളരെ നിർണായകവുമാണ്. അത് മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ വിപണിയിൽ ഒരു സ്ഥായിയായ മുന്നേറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇന്നെന്തായാലും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. അതാണ് ഇന്ന് വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങളും വ്യത്യാസങ്ങളും. ദിലീപായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത്. സമൂഹ മാധ്യമങ്ങളുടെ കടന്നുകയറ്റം വ്യക്തിജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയമാണ് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. അത് കാണാം. നമസ്കാരം. സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പോൾ നമ്മുടെ ഭാവി വരെ തീരുമാനിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യണ്ട, എന്തു പറയണം, അങ്ങനെ എല്ലാം.
ഈ കാലയളവിനുള്ളിൽ സോഷ്യൽ മീഡിയ അതിപ്രസരം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വിജയ് തൃഷ മാരത്തൺ ചർച്ചയാണ്. പക്ഷേ ചില വിഷയങ്ങളും വ്യക്തികളും മാറുമ്പോൾ അതിനനുസരിച്ച് അഭിപ്രായങ്ങളും കമന്റുകളും മാറിക്കൊണ്ടേയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാ വിഷയങ്ങളും ഒരുപോലെയാണോ? ഇതാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. അഖില, ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ അതിപ്രസരം നമ്മൾ ദിനംപ്രതി കാണുന്നുണ്ട്. അതിങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതുകൊണ്ട് ആണെന്ന് തോന്നുന്നു ഈ വിജയ് തൃഷ മാരത്തൺ ചർച്ചയാണ്. അത് ഏത് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും അത്തരത്തിൽ ചർച്ചകൾ സജീവമാണ്. പല അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു. എന്താണ് ആ വിഷയത്തിൽ അഖിലയുടെ ഒരു അഭിപ്രായം? അശ്വതി, അഭിപ്രായം എന്ന് പറഞ്ഞാൽ വിജയ് തൃഷ, അതായത് MGR തലൈവി പുനർജനിക്കുകയാണോ എന്നുള്ള തരത്തിലാണ് ചർച്ചകൾ പോകുന്നത്. പക്ഷേ അപ്പോഴും വിജയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട്, സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ കൂടി അതിൽ ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമായും തൃഷയുടെ പേരാണ് അതിൽ കൂടുതലായും പരാമർശിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ പരാമർശം ഒരു പരിധിയിൽ കൂടുതൽ വിജയെയും തൃഷയെയും പിന്തുണയ്ക്കുന്ന തരത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോഷ്യൽ മീഡിയയിൽ ഒരു ഇരട്ടത്താപ്പുണ്ട് എന്നുള്ള ഒരു തരത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുന്നത് പോലും അതുകൊണ്ടാണ്. അതായത് വിജയും തൃഷയും അവരുടെ വ്യക്തിജീവിതം എങ്ങനെയോ ആകട്ടെ, രാഷ്ട്രീയവും വ്യക്തിജീവിതവും വ്യത്യസ്തമായ ഒന്നാണ്. പക്ഷേ ആ വ്യക്തിജീവിതം എങ്ങനെ വേണം എന്നുള്ളത് അവരുടെ മാത്രം സ്വകാര്യ തീരുമാനമാണ്. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങൾ അതിന് നൽകുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതേസമയം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഏറ്റവും കൂടുതൽ വന്ന ഒരു വിഷയം തന്നെയാണ്. അതായത് ദിലീപ് കാവ്യ മാധവൻ ബന്ധം അതൊരു വിവാഹത്തിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്ക് മാറുമ്പോൾ പക്ഷെ മഞ്ജു വാര്യരോടുള്ള അമിതമായ ഒരു പക്ഷേ മലയാളികളുടെ സ്നേഹമോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മഞ്ജു വാര്യർക്ക് വലിയ പിന്തുണയും കാവ്യ മാധവന് വലിയ ഒരു വിമർശനവും ആക്ഷേപങ്ങളും നേരിടുകയാണ്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ ആക്ഷേപവും വിമർശനവും തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം വിജയ് തൃഷ ബന്ധത്തിൽ അങ്ങനെ ഒരു വിമർശനവും ആക്ഷേപവും ഒക്കെ വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നുള്ളൂ. വലിയ പിന്തുണ വിജയ്ക്ക് അല്ലെങ്കിൽ തൃഷയ്ക്ക് ലഭിക്കുകയാണ്. വിജയുടെ ഭാര്യയായ സംഗീതയ്ക്ക് അത്തരത്തിലുള്ള ഒരു പിന്തുണയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് സോഷ്യൽ മീഡിയ എപ്പോഴും ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഒരാളുടെ സെലിബ്രിറ്റി ഇമേജിനൊക്കെ കൂടുതൽ പരിഗണന കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് വളരെ വേറെ ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സെലിബ്രിറ്റികൾ പ്രസവം ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാം പൊതു സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരുന്നത് വലിയ തരത്തിൽ അത് വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, ധീരമായ നിലപാടുകളാണ് എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഈ സാമൂഹ്യ മാധ്യമങ്ങൾ. പക്ഷെ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയായ സ്ത്രീ അവരുടെ പ്രസവം ചിത്രീകരിക്കുക അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സ്വകാര്യ കാര്യങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചാൽ വലിയ വിമർശനമാണ്. അതായത് ആരെ കാണിക്കാനാണ് ഇത്തരത്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, ഇത് മറ്റുള്ളവർ കാണിക്കേണ്ട കാര്യമാണോ എന്നുള്ള തരത്തിൽ ഒരു സാധാരണക്കാരന് വിമർശനം നേരിടുന്നു. പക്ഷേ അതൊരു സെലിബ്രിറ്റി ഇപ്പോൾ പ്രസവം ചിത്രീകരിക്കുകയോ സ്യൂട്ട് റൂമിൽ പ്രസവിക്കുകയോ ഒക്കെ ചെയ്താൽ അതിന് വലിയ പിന്തുണ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ റീച്ച് കിട്ടുന്നു എന്നുള്ളതാണ്. ലക്ഷങ്ങളാണ് കാണുന്നത്. അഖില സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ കാവ്യ മാധവൻ ദിലീപ് ബന്ധം, അവർ കല്യാണം കഴിച്ചിട്ട് എത്രയോ വർഷമായി. ആ ചർച്ചകളൊന്നും ഇന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. എന്ത് പോസ്റ്റ് ഇട്ടാലും അതിന് താഴത്തെ കമന്റുകൾ നോക്കി തന്നെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതൊന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുന്നില്ല. ഇപ്പോൾ ദിലീപ് ഒരു വിഷയം വന്നാലും കാവ്യമാധവന്റെ ഒരു വിഷയം വന്നാലും മഞ്ജു വാര്യരുടെ ഒരു വിഷയം വന്നാലും അതിന്റെ താഴത്തെ കമന്റുകളെല്ലാം സെലിബ്രിറ്റി ഇമേജ് തന്നെയാണ്. മഞ്ജു വാര്യർക്കുള്ള അത്രയും സെലിബ്രിറ്റി ഇമേജ് അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിലുള്ള ഒരു സ്ഥാനം ഒരുപക്ഷെ കാവ്യമാധവന് ലഭിക്കുന്നില്ലേ എന്നുള്ളതാണ് അതിൽ പ്രധാനമായും പറയേണ്ടത്. ഇനി അത് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നടൻ, ഇപ്പം നമ്മൾ കൂടുതൽ എപ്പോഴും പുരുഷാധിപത്യ സമൂഹത്തെക്കുറിച്ചാണല്ലോ എപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഒരു നടൻ ഇപ്പോൾ ഒരു ഷർട്ട്ലെസ് ആയിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നടൻ്റെ ഒരു ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ 6 പാക്ക് ആ തരത്തിൽ ചർച്ച ചെയ്യും. ഇനി ഒരു നടിയാണ് അതൊരു കുറച്ച് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ വലിയ വിമർശനം കിട്ടും. അവിടെയും ഒരു പക്ഷേ ലിംഗവിവേചനമൊക്കെ യഥാർത്ഥത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും പറയേണ്ടത്. പിന്നെ ഇതോടൊപ്പം തന്നെ പല പല കാര്യങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന പല വിഷയങ്ങളിലും ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ കാണുന്നുണ്ട്. അശ്വതി ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? പിന്നെ അതായത് ഈ വിജയ് തൃഷയിൽ
ലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ കണ്ടതാണ്, പല പ്രതികരണങ്ങളും കണ്ടതാണ്. അതായത് ഈ സ്ത്രീകളോട് പോലും പ്രതികരണം ചോദിക്കുമ്പോൾ, ഈ തൃഷ വിഷയമൊക്കെ വരുമ്പോൾ വിജയ്ക്ക് എങ്ങനെയാണ് ജയിച്ച് കയറാൻ സാധിക്കുമോ എന്ന തരത്തിലൊക്കെ പല പ്രതികരണങ്ങളും കണ്ടു. അപ്പോഴും ആ തമിഴ്നാട്ടിലുള്ള ആ സ്ത്രീകളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ വിഷയമാണ്, അതും ഇതും കൂടി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല എന്നതാണ് വനിതകൾ ഉൾപ്പെടുന്ന സമൂഹം പോലും അഭിപ്രായപ്പെട്ടത് എന്നുള്ളതാണ്. അഖില, അതായത് ഈ ടി വി കെ അധ്യക്ഷനായ വിജയ് ഈ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴാണ് വിജയ് തൃഷ ചർച്ച വീണ്ടും സജീവമാകുന്നത്. അതിനു മുൻപേ ഉണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി സോഷ്യൽ മീഡിയ ചൂടുപിടിക്കുന്നത് അപ്പോഴാണ്. സുരേഷിന്റെ മാത്രം ഒതുങ്ങി അടക്കം പറച്ചിലൊക്കെ മാത്രമായി. അഖില ഓർമ്മിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു. അതായത് കീർത്തി സുരേഷിന്റെ കല്യാണത്തിനാണ് വിജയും തൃഷയും ഒരുമിച്ച് പോകുന്നു. അത് വലിയ ചർച്ചയാകുന്നു. അതായത് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് 1 മണിക്കൂറിനുള്ളിൽ എത്ര ലക്ഷം പേരാണ് കണ്ടത്. എനിക്ക് എൻ്റെ ഓർമ്മയിലാണെങ്കിൽ 1 ലക്ഷത്തിലധികം പേരാണ് ആ 1 മണിക്കൂർ കൊണ്ട് കണ്ടത്. ജസ്റ്റിസ് ഫോർ സംഗീതമൊക്കെ മാറി കഴിഞ്ഞു. സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാറി. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ കാവ്യാമാധവൻ, ദിലീപ് അല്ലെങ്കിൽ മഞ്ജു വാര്യർ എന്ന സ്ഥാനത്തേക്ക് ഈ സംഗീത വിജയ് തൃഷ വരുമ്പോഴത്തേക്ക് തൃഷയ്ക്കും വിജയ്ക്കും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് എന്ന് തോന്നുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അതായത് വ്യക്തികൾ മാറുന്നതിനനുസരിച്ച് ഈ സപ്പോർട്ടായാലും നെഗറ്റീവ് കമൻ്റ് ആയാലും പോസിറ്റീവ് ആണെങ്കിലും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. തീർച്ചയായിട്ടും അത് ഒരു സംശയം വേണ്ട. അതായത് നേരത്തെ ഈ വിജയ് തൃഷ കാര്യം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ യാത്രകളെ സംബന്ധിച്ച് വിമാനത്താവളത്തിലൊക്കെ അവരെ ഒന്നിച്ച് പോയി എന്നുള്ള ചില ചർച്ചകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരുന്നു. തൃഷ ഈ ഒരു മിറർ വീഡിയോ ഇടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ ചർച്ചകളൊക്കെ ആ ഘട്ടത്തിൽ വന്നതാണ്. അപ്പോഴാണ് അശ്വതി ഈ പറഞ്ഞ ജസ്റ്റിസ് ഫോർ സംഗീത എന്നുള്ള ഹാഷ്ടാഗിൽ സംഗീതയ്ക്ക് പിന്തുണയുമായി ആളുകൾ എത്തുന്നത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം പിന്നീട് മാറുന്നു. വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവർത്തനം ഇങ്ങനെ സജീവമായി തുടരുന്നതിനിടയിലാണ് വിജയും സംഗീതയുമായിട്ടുള്ള വിവാഹബന്ധം വേർപിരിയാൻ പോകുന്നു, അല്ലെങ്കിൽ അതൊരു ഔദ്യോഗികമായി അതിന് ഒരു കാരണമുണ്ടാകാൻ പോകുന്നു എന്നുള്ള തരത്തിൽ ചർച്ച വരുന്നു. അപ്പോൾ സ്വാഭാവികമാണ് വിജയുടെ ജീവിതം തകർത്തത് തൃഷയാണെന്നുള്ള ചർച്ചകൾ ആദ്യ ഘട്ടത്തിൽ ഒന്ന് തുടങ്ങിയെങ്കിലും പിന്നീട് ആളുകൾ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഒരു പക്ഷേ ഈ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് പോലുള്ള ഒരു മണ്ഡലത്തിൽ വിജയ് അവിടെ 2 ജയിച്ചെടുത്ത് ഒരിടത്ത് മാറുകയാണെങ്കിൽ തൃഷയെ മത്സരിപ്പിക്കാനുള്ള ചർച്ചകൾ പോലും സാമൂഹ്യ മാധ്യമങ്ങൾ നടത്തി കഴിഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നതിന് ശേഷം തൊട്ടടുത്ത മണിക്കൂറിൽ തൃഷ വിജയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അത് ആ വീഡിയോ ഒക്കെ വളരെ തരംഗമായി ഇപ്പോഴും സജീവമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഓടുന്നുമുണ്ട് താനും. അതൊക്കെ ഒരു വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പിന്നെ തുടക്കത്തിൽ അഖില സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം MGR തലൈവി കൂട്ടുകെട്ട് ആ ഒരു ഇത് അന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും അത്ര സജീവമല്ല എങ്കിൽ പോലും ആ ഒരു കിംവദന്തിയൊക്കെ അരമനയിലെ രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ സജീവ ചർച്ചയാക്കിയ വിഷയം തന്നെയാണ്. അതുപോലെയാണോ, ആ ഒരു പാതയിലൂടെയാണോ വിജയ് തൃഷ പോകുന്നത് എന്നുള്ള ചർച്ചകൾ വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ സമൂഹ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിൽ പ്രത്യേകിച്ചും പറയേണ്ടത് ഒരു മോറൽ പോലീസിങ് പലയിടത്തും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഒരു സാധാരണക്കാരൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മോറൽ പോലീസിങ്, അതായത് അവരോടാണ് ആ മോറൽ പോലീസിങ് കൂടുതൽ. അതൊരു സെലിബ്രിറ്റി ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ പിന്തുണ കിട്ടുന്നു. ഒരു പക്ഷേ അതിലേറ്റവും ഉദാഹരണമായി പറയേണ്ടത് ഈ അടുത്ത കാലത്ത് പേളി മാണി അവരുടെ മക്കൾ ഒരു പാട്ട് പാടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയാണ്. അതായത് നമുക്ക് വളരെ പ്രശസ്തമായ ഒരു പാട്ട്, പേളി മാണിയുടെ മക്കൾ ചില വാക്കുകൾ മാറ്റി അവരുടെ ഇഷ്ടത്തിന്, ചെറിയ കുഞ്ഞുങ്ങളാണ്, അവരെ നമുക്ക് ഒരിക്കലും അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ല, അവരവരുടെ ഇഷ്ടത്തിന് ആ പാട്ട് പാടുകയാണ്. അതിന് ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഏറ്റവും നല്ല പാരൻറ്റിങ് ആണ്, കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വളർത്തുന്നു, അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ തരത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസ് ആണ് വരുന്നത്. അതേ സമയം തന്നെയാണ് ഒരു സാധാരണക്കാരനായ ഒരു വീട്ടമ്മ പോസ്റ്റ് ചെയ്യുന്ന അവരുടെ കുഞ്ഞ് ഇതുപോലെ ഒരു വാക്ക് മാറ്റി പറയുകയാണ്, അത് പറയുന്ന ഒരു വീഡിയോയിൽ. പക്ഷേ അതിന് താഴെ വരുന്ന കമൻറ്റുകൾ എന്നുള്ളത് വളർത്തുദോഷം, ആ കുടുംബത്തിന് മുഴുവൻ അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ വരുന്ന കമന്റുകളാണ് അതിലുള്ളത്. അവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു മോറൽ പോലീസിംഗ് ഉണ്ട്. അതായത് എന്തിനാണ് ഇങ്ങനെയാണോ വളർത്തുന്നത് കുഞ്ഞുങ്ങളെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമന്റാണ്. അതായത് ആളുകളുടെ മനസ്സ്, നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിഷ്ടമുള്ള ആളുകളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ഈ സാധാരണക്കാരായ ഒരാൾ ചെയ്താൽ ഇവൻ ഇത്രയും പൊങ്ങി വരേണ്ട കാര്യമില്ല എന്നുള്ള തരത്തിലേക്ക് നെഗറ്റീവ് കമന്റ്സ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു മോറൽ പോലീസിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ പലയിടത്ത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ കാര്യത്തിൽ തന്നെ നമ്മളിപ്പോൾ ഒരു അഭിപ്രായം പറയുകയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഒരു രാഷ്ട്രീയ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ ഒരുപക്ഷെ ആ സെലിബ്രിറ്റിക്ക് കിട്ടുന്നത് ചീത്തയായിരിക്കും ഒരുപാട്. അതായത് എന്താണ് ഇതിൽ നിനക്ക് അഭിപ്രായം പറയാനുള്ള കാരണം, അല്ലെങ്കിൽ നീ എന്തിനാണ് ഇതിൽ അഭിപ്രായം
അഭിപ്രായം പറഞ്ഞത്, നീ ഈ പലപ്പോഴും പാർട്ടിക്കാരനാണോ, social media പേടിച്ചിട്ട് ആളുകൾ മിണ്ടാതിരിക്കുന്നുണ്ട്, നീ ഈ പാർട്ടിക്കാരനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലേക്ക് മുദ്ര കുത്തുന്ന തന്റേതായിട്ടുള്ള ഒരു അഭിപ്രായം തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇപ്പൊ സോഷ്യൽ മീഡിയ വിലക്കിയിരിക്കുകയാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് നമ്മളിപ്പോ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ, ഏതെങ്കിലും ഇപ്പോ പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളോ ഏതെങ്കിലും വിഷയത്തിൽ പ്രതികരിച്ചില്ലെങ്കിലോ അപ്പോഴും ഉണ്ട് പ്രശ്നം. എന്തായാലും പ്രതികരിച്ചില്ല, വിഷയത്തിൽ ഒരു നാടിനോടൊരു പ്രതിബദ്ധതയില്ല എന്നുള്ള തരത്തിലൊക്കെ പ്രതികരണങ്ങൾ വരും. അതുപോലെയാണ് ഈ എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങിൽ അല്ലെങ്കിൽ വിവേചനപരമായ ഇടപെടൽ സോഷ്യൽ മീഡിയയുടെ ഭാഗത്ത് നിന്ന് ആളുകളുടെ മനസ്സ് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്, അതിനൊരു മെന്റൽ വിജയ് തൃഷ വിഷയത്തിലേക്ക് വന്നാലും ആ ബന്ധത്തെ എങ്ങനെയാണ് കാണേണ്ടത്, അത് സമൂഹമാണോ തീരുമാനിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട് അഖില. അതായത് അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ്, അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഈ സമൂഹ മാധ്യമങ്ങൾ എന്തിന് ഇത്തരത്തിൽ കടന്നു കയറേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം അവിടെ വളരെ പ്രാധാന്യപ്പെട്ട് തന്നെ ഉയരുന്നുണ്ട് എന്നത് ഉള്ളതാണ്. അതായത് ഈ സംഗീത ഡിവോഴ്സിന് ശ്രമിക്കുന്നു, മകൻ പോലും വിജയ്ക്കെതിരെ, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ സോഷ്യൽ മീഡിയ അതിപ്രസരം വളരെ കൂടുന്നു. അതിനെപ്പറ്റി എന്താണ് അഖിലേക്ക് പറയാനുള്ളത്? അല്ല, സോഷ്യൽ മീഡിയ അതിപ്രസരം നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു അതിർവരമ്പ് വെക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് ഏത് ഘട്ടം വരെ, അതായത് നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ നമ്മുടെ വാതിലിനകത്തേക്ക് ആര് കടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതാണ് ഇപ്പോൾ ഈ കള്ളന്മാരൊക്കെ വരികയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളൊരു അതിർത്തി വെക്കുകയാണ്. ആ അതിർത്തി കടന്നൊരാൾ വരണമെങ്കിൽ അതിന് നമ്മുടെ അനുവാദം വേണം. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തുടർച്ചയായ 4ാം ജയം. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 8 വിക്കറ്റ് വിജയമാണ് കൊൽക്കത്ത സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി 8 വിക്കറ്റ് നഷ്ടത്തിൽ 142 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ കൊൽക്കത്ത 14.2 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 47 പന്തിൽ പുറത്താകാതെ 107 റൺസ് നേടിയ ഫിൻ അലനാണ് കൊൽക്കത്തയുടെ ടോപ്പ് സ്കോറർ. ജയത്തോടെ കൊൽക്കത്ത 10 മത്സരങ്ങളിൽ 9 പോയിന്റുമായി 7ാം സ്ഥാനത്തെത്തി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.